നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അവിട്ടം നക്ഷത്രം. ഈ നക്ഷത്രം 2 രാശികളിലായാണ്. മകരം രാശിയിലും ആദ്യ പാതി, കുംഭൻ രാശിയിൽ അവസാന പാതി. ഈ 2 രാശികളിലുമുള്ളവർക്ക് 2025 എന്തെല്ലാം ഗുണഫലങ്ങളാണുള്ളത്, ഇക്കൂട്ടരുടെ പൊതു സ്വഭാവം എന്ത് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. ആദ്യം പൊതു സ്വഭാവത്തിലേക്ക് കടക്കാം. ആട്ടിൻ തല പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ ചേർന്നതാണ് അവിട്ടം. ആട്ടിൻ തല പോലെ 6 നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഈ അവിട്ടം നക്ഷത്രം. ദേവത വസുക്കളാണ്. മൃഗമാണിതിൻ്റെ ചിഹ്നം. ഈ നാളുകാർ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നതായി കാണാം. ശാസ്ത്രീയമായ ചിന്താഗതി പ്രദർശിപ്പിക്കുമെങ്കിലും ഇവർ മതവിശ്വാസികളായിരിക്കും. സ്ത്രീകൾ പൊതുവെ ഗുരുഭക്തിയുള്ളവരും ഗുണവതികളുമായിരിക്കും. ധാന്യവും വസ്തുക്കളും ശേഖരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും താല്പര്യം കാണുന്നു. ധാന്യവും അതുപോലെ തന്നെ ഈ കിഴങ്ങ് വർഗങ്ങളും ഈ ധാതുക്കളുമൊക്കെ ശേഖരിക്കുന്നതിലും അത് കൈകാര്യം ചെയ്യുന്നതിലും ഇവർ താല്പര്യം കാണിക്കുന്നു. ഈ നക്ഷത്രക്കാർ പൊതുവേ പറഞ്ഞാൽ അധ്വാനശീലവും സ്വാശ്രയശീലവും ബുദ്ധിശക്തിയും ഉള്ളവരായിരിക്കും. ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. അവിട്ടം തവിട്ടിലും നേടുമെന്ന ചൊല്ലു തന്നെ ഉണ്ടല്ലോ. സ്വന്തം കുടുംബത്തിൽ പ്രത്യേക മമത പുലർത്തും. സ്വന്തം കഴിവും പരിശ്രമശീലവുമായിരിക്കും ജീവിതത്തെ വിജയത്തിലെത്തിക്കുക. സമൂഹത്തോട് താല്പര്യപൂർവം പെരുമാറും. ആരുടെയും മുന്നിൽ മുട്ടുകുത്തുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും നിലനിർത്തിയേ എന്തും ചെയ്യൂ. മറ്റുള്ളവരെ ദ്രോഹിക്കുവാനോ വിഷമിപ്പിക്കുവാനോ ഇവർ ശ്രമിക്കുകയില്ല. അങ്ങനെ ചെയ്യുന്നവരുമായി യാതൊരു ബന്ധവും പുലർത്തുകയുമില്ല. വിദ്യാഭ്യാസം എന്ത് തന്നെയായാലും ലോകത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും അസാമാന്യമായ അറിവും ബുദ്ധിസാമർഥ്യവും ഈ കൂട്ടർക്കുണ്ടാകും. കാര്യക്ഷമതയും കർമ്മകുശലതയും ജന്മസിദ്ധമായിരിക്കും. അറിയാവുന്ന വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഫലിപ്പിക്കുവാനും എഴുതി ഫലിപ്പിക്കുവാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ടാകും. ധനമോഹം അല്പം കൂടുതലായിരിക്കും. ധനാഭിവൃദ്ധിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. പൈതൃകമായ സ്വത്ത് ലഭിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. സഹോദര ഗുണം ഉണ്ടാകും. പല പ്രകാരത്തിലുള്ള തടസ്സങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നത് കൊണ്ട് മനോവിഷമം കൂടെ കൂടെ ഉണ്ടാകും. കുടുംബജനങ്ങളെ കൊണ്ട് ഗുണത്തേക്കാളേറെ ദോഷമാവും ഉണ്ടാകുക. അന്യരെ പൂർണ്ണമായി വിശ്വസിക്കുക മൂലം ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വ്യായാമങ്ങളിലും കായിക വിനോദങ്ങളിലും താല്പര്യം ഉണ്ടാകും. വാഹനവുമായി ബന്ധപ്പെട്ട ജോലികളിലും ധനപരമായ പ്രവൃത്തികളിലും മതാധിഷ്ഠിത പ്രവർത്തനങ്ങളിലും പൂജാദികളിലും വിജയിക്കും. ഭാര്യയുടെ ധനമോ കുടുംബ ഗുണമോ കുറവായിരിക്കുമെങ്കിലും സ്നേഹശാലിയും ആരോഗ്യവതിയും കുടുംബ ഭരണപ്രാപ്തിയുമായ ജീവിത പങ്കാളിയെ ഇവർക്ക് ലഭിക്കും. ഭാര്യാസുഖവും സന്താനസുഖവും തൃപ്തികരമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ ജോലിയായാലും കുടുംബഭരണമായാലും നന്നായി വിജയിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ അടിക്കടി ഇവരെ വലയ്ക്കും. ആരോഗ്യത്തെക്കുറിച്ച് ഓർക്കാതെ പണിയെടുക്കുന്നത് കൊണ്ട് പലപ്പോഴും ഒരു പ്രത്യേക സമയത്തിൽ ഇവർ തളർച്ചയിലേക്ക് ചെന്ന് പെടും.
ഇക്കൂട്ടർ ചൊവ്വാദശയിലാണ് ജനിച്ചിരിക്കുന്നത്. മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും രാശ്യാധിപൻ ശനിയാണ്. അപ്പൊ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, പ്രത്യങ്കരാദേവിയെ പ്രാർത്ഥിക്കുന്നത്, നരസിംഹസ്വാമിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇവർക്ക് എല്ലാവിധത്തിലുള്ള ഗുണഫലങ്ങളും നൽകും. ചൊവ്വ, രാഹു, ഗുരു, ശനി, ബുധൻ എന്നിങ്ങനെ പോകുന്നു ഇവരുടെ ദശാകാലം. ഇനി 2025 ഇവർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഈ നക്ഷത്രക്കാരിൽ മകരക്കൂറിന് ആദ്യ പകുതി, അതായത് 15/5/2025 വരെ വ്യാഴമാറ്റം അനുഭവപ്പെടുന്നത് വരെ ഇവർക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. കുംഭക്കൂറുകാർക്ക് മെയ് 14 രാത്രിക്ക് ശേഷം കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ആവും. അവരുടെ മകരക്കൂറുകാരുടെ 7 ശനിയൊക്കെ ഒന്ന് മാറി ഒരു സമാധാനത്തിലേക്ക് വരും. കുംഭക്കൂറുകാർക്ക് അവരുടെ ശനിദോഷം, 7 ശനിയുടെ ആ ജന്മശനിയുടെ മാറ്റമൊക്കെ ഒന്ന് വരുന്നത് കൊണ്ട് കുറച്ച് അനുകൂലമായ സാഹചര്യങ്ങൾ പൊതുവെ അവിട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാവും. യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. സ്വർണ വ്യാപാരികൾ, പത്രപ്രവർത്തകർ തുടങ്ങിയവർക്ക് അനുകൂല സമയമാണ്. സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവ് ലഭിക്കും. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നതിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. പിതാവിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. ദൂരസ്ഥലത്തുള്ള ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും. വ്യവഹാരാദികളിൽ നിന്നും വിജയം പ്രതീക്ഷിക്കാം. വാഹനത്തിൽ നിന്നും വരുമാനം ലഭിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള യോഗം കാണുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ നയതന്ത്രജ്ഞതയോടെ പരിഹരിക്കപ്പെടുന്നതിനായി ഒരു പരിധിവരെ ശ്രമിക്കുകയും വിജയിക്കുകയും ചെയ്യും. സാമൂഹ്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. തൊഴിൽ സംബന്ധമായി കൂടുതൽ യാത്രകൾ വേണ്ടി വന്നേക്കും. അലസതയും മടിയും കാരണം പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. പല കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തീകരിക്കുവാൻ കഴിയാതെ വരുന്നത് മൂലം മേലധികാരികളുടെ കോപത്തിന് പാത്രീഭൂതരാകുകയും ചിലപ്പോൾ മെമ്മോയൊക്കെ ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു. കുടുംബത്തിൽ സ്ഥിരതയും സൗഖ്യവും നിലനിൽക്കും. അതിനുവേണ്ടി വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കും. പലതരം ആഡംബര വസ്തുക്കൾ അധീനതയിലാകും. കോർപ്പറേഷനിലും പഞ്ചായത്തിലും, അതായത് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർക്ക് മോഹന വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ അവസരം ലഭിക്കും. പക്ഷെ വളരെയേറെ പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടതായും വരും. ക്ഷേത്ര സംബന്ധമായി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ജോലി നേടിയെടുക്കുവാനുള്ള ശ്രമം വിജയിക്കും. ദൂരസ്ഥലത്തുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള ഒരു ശ്രമവും നടത്തും. എന്ത് വന്നാലും കർമ്മരംഗത്ത് അല്പം മാറ്റം പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് താമസം നേരിടും. എല്ലാ രംഗങ്ങളിലും ധീരതയും കാര്യശേഷിയും പ്രദർശിപ്പിക്കും. പട്ടാളം, പോലീസ് തുടങ്ങിയ സൈന്യ വിഭാഗത്തിലുള്ളവർക്ക് പ്രൊമോഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉന്നതമായ വ്യക്തികളിൽ നിന്ന് പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുടെ ആദരവിന് പാത്രീഭവിക്കും. മനസ്സ് നിറയെ ആദർശബോധമുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ക്രെഡിറ്റ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി
വ്യാപാരം മെച്ചപ്പെടുത്തും. വീടിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ചില പ്രമാണങ്ങൾ കൈവശം വന്നു ചേരും. വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണിത്. ബഹുമാനിക്കേണ്ട വ്യക്തികളെ ആദരിക്കുന്നതിൽ അമാന്തമുളവാകും. തെരഞ്ഞെടുപ്പിലും മറ്റും വിജയിക്കും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ഷെയറുകളിൽ നിന്നും വരുമാനം ലഭിക്കും. രക്ഷിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹത്താൽ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും. എങ്കിലും പലപ്പോഴും അത് പൂർണ്ണമായി വിജയിക്കണമെന്നില്ല. എല്ലാ പ്രവർത്തനങ്ങളിലും പൊതുജന സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ഫാക്ടറികളോ വർക്ക്ഷോപ്പുകളോ ഹോട്ടലുകളോ തുടങ്ങുവാനുള്ള സാധ്യതയും തെളിഞ്ഞു വരുന്നു. ദൂരസ്ഥലത്തേക്ക് ജോലി മാറ്റം ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരസ്യങ്ങളുടെയും എഴുത്തുകളുടെയും അടിസ്ഥാനത്തിൽ വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തും. തർക്കങ്ങൾ മാധ്യസ്ഥം മുഖേന പരിഹരിക്കപ്പെടും. പൂർവീയ സ്വത്ത് അനുഭവത്തിൽ വരുമെങ്കിലും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. പൊതുവെ സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി ദൃശ്യമാണ്. വീട്ടിൽ പൂജയും അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുമുള്ള യോഗം ഉണ്ടാകുന്നു. പൊതുവെ മാനസിക സന്തോഷവും ആത്മസംതൃപ്തിയും ഈ 2025 ഇരു കൂട്ടർക്കും, അതായത് മകരൻ രാശിയിലുള്ളവർക്കും കുംഭൻ രാശിയിലുള്ളവർക്കും മാനസിക സന്തോഷവും ആത്മസംതൃപ്തിയും നിലനിർത്തിക്കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നതാണ്. അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്യും. ചൊവ്വയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. ചൊവ്വ, രാഹു, ഗുരു, മന്ദൻ, ശനി മന്ദൻ, ബുധൻ ഇങ്ങനെ പോകുന്നു ഇവരുടെ ദശാകാലം. രാശിനാഥനായ ചൊവ്വയെ രാശിനാഥനായ മകരൻ രാശിയുടെയും കുംഭൻ രാശിയുടെയും അധിപനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയെ, അതായത് പ്രത്യങ്കരാദേവി, വാരാഹി ദേവിയൊക്കെ പ്രാർത്ഥിക്കുന്നതോടുകൂടി വന്നിരിക്കുന്ന കഷ്ടങ്ങളെല്ലാം ഒരു പരിധിവരെ നിയന്ത്രണ അധീനമാക്കുവാൻ സാധിക്കും. ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുക, വാരാഹി ദേവിക്ക് പൂജകൾ ചെയ്യുക, അതുപോലെ നരസിംഹ മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ഏറ്റവും നല്ല ഒരു ശോഭനമായ ഒരു വർഷമായി തീരട്ടെ ഇവർക്ക് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.